സ്വന്തം അപ്പൻ ജാസ്മിനോട് വിളിച്ചു പറഞ്ഞതാണ്, മോളെ 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 ഈ സാധനം മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ എയറിലാണിപ്പോ, അതിന് അങ്ങ് പോവും, പിന്നെ തിരിച്ചു വരാൻ മോക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സാധനം മാറ്റി പിടിക്കണം. അതായത് ഈ സ്ട്രാറ്റജി, ഈ ഗബ്രിയായിട്ടുള്ള ഈ സ്ട്രാറ്റജി മാറ്റി പിടിച്ചില്ലെങ്കിൽ പണി പാലം വെള്ളത്തിൽ കിട്ടുമെന്ന് നല്ല വ്യക്തമായിട്ട് സ്വന്തം അപ്പനും കുടുംബം അടക്കം വിളിച്ച് പറഞ്ഞിട്ടും ജാസ്മിൻ ഈ സ്ട്രാറ്റജി മാറ്റി പിടിക്കുന്നില്ല. ഗബ്രിയുമായിട്ടുള്ള സ്ട്രാറ്റജി. എടാ, ഈ ഒരു ഇത് കാണുമ്പോൾ ഞാനിത് വിമർശിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവ എന്തോ സദാചാര ഓളിയെന്ന്. ഇവ സദാചാരം എന്തുവാ, ഇവൻ മറ്റേ 80s 70s അമ്മാവന്മാർ സംസാരിക്കുന്ന പോലെ ഇവൻ വന്നിരുന്ന് എന്തുവാ ഇത് പറയുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഒരിക്കലുമല്ല. ഇവര് എന്ത് കാട്ടാപ്പ് കാണിച്ചു കൂട്ടിയിട്ടും അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവർ പറയുന്നത്. ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇവർ കാണിക്കുന്ന പരിപാടിയല്ല ഫ്രണ്ട്ഷിപ്പിൽ. ഇപ്പോൾ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചിരുന്നാലോ, ഒരുമിച്ച് തോളിൽ കൈയിട്ടിരുന്നാലോ, അല്ലെങ്കിൽ അവര് സ്നേഹത്തോടെ കുറെ സംസാരിച്ചെന്ന് വെച്ചിട്ട് ഒരിക്കലും അത് ഒരു ബേഡായിട്ടുള്ള ഇന്റൻഷൻ ആണെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഈ പറയുന്ന രണ്ടുപേരും ഇരിക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഒരു വശപ്പശക്ക് നമുക്ക് കാണാം. അത് കാണുന്ന ജനങ്ങൾക്ക് അത് തോന്നും, മനസ്സിലായി. അല്ലാതെ സദാചാരം എന്ന് പറയുന്ന സാധനം പറഞ്ഞ് ഇവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നതല്ല. അത് വസ്തുവും മനസ്സിലാക്കാം. പിന്നെ ജാസ്മിന്റെ പ്രീവിയസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കുറെ കൊണ്ടുവന്ന് വിളമ്പിയതിന് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു, നിനക്കൊന്നും നാണമില്ലടാ, അവൾ പുറത്തിറങ്ങുമ്പോൾ നീയൊക്കെ ഇത് എവിടെ കാണുമോ, പിന്നെ അതുപോലെ നിനക്കൊന്നും നാണമില്ല അവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടിടാൻ. എനിക്കൊരിക്കലും താല്പര്യമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഈ പറയുന്ന ജാസ്മിൻ ജാഫറിനെ ഒരു കാലത്ത് ഈ കുറച്ച് പേഴ്സണൽ വോയിസുകളും കാര്യങ്ങളും കൊണ്ട് പുറത്തിട്ട് വലിയ ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചും അതേ സാധനം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ജാസ്മിനും സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഹൗസിന്റെ അകത്ത് നടക്കുന്ന കോപ്രായങ്ങൾക്കും അപരാധിത്തനത്തിനും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ അർജുൻ, ശ്രുതി, അവരൊക്കെ തമ്മിൽ, ഈ പറയുന്ന ശരണ്യ, അവരൊക്കെ തമ്മിൽ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, ഋഷി, അതാണ് ഫ്രണ്ട്ഷിപ്പ്. അവര് പരസ്പരം ദേഹങ്ങളിൽ തൊടില്ലേ, അതാണ് ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതോ, ഈ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതും മറ്റേ ഉമ്മ വയ്ക്കുന്നതും ഈ പറയുന്നത് പോലെ ഇരുന്ന് കണ്ണും തമ്മിൽ ഈ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നത് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അത് ഫ്രണ്ട്ഷിപ്പ് അല്ല. ഇവരിവിടെ കാണിക്കുന്ന ഈ ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല. അവര് വീണ്ടും പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ഒരിക്കലും അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ തന്നെ എപ്പിസോഡിൽ ജാസ്മിന്റെ എക്സ് പഴയ കഥ ലവ് സ്റ്റോറി പറഞ്ഞപ്പോൾ ഗബ്രിയുടെ മുഖമൊക്കെ ഇങ്ങനെ അവിഞ്ഞ കോഴിയുടെ ബാക്ക് പോലെ ഇരിക്കുന്നു. ആ ഒരു അവസ്ഥ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇഷ്ടമാണ്. ഇവർ ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇവർ കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അത് അല്ല അവിടെ നടക്കുന്നത്. അവർ കല്യാണം കഴിച്ച് അവർ സെറ്റിൽ ആവുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അവര് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു പേര് വെച്ചിട്ട് അതിന്റെ മറവിൽ നടത്തുന്നത് അഴിഞ്ഞാട്ടം എന്നേ ഞാൻ പറയത്തുള്ളൂ. അഴിഞ്ഞാട്ടം. അതല്ലാതെ വേറെ വാക്കില്ല. മനസ്സിലായോ? പിന്നെ ഈ പറയുന്ന ജാസ്മിന് പുറത്ത് കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് അഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൻ ഈ വീഡിയോസും ഈ ബിഗ് ബോസിലെ ഓരോ കോപ്രായങ്ങളും കാണുന്ന അവന്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോ ഞാൻ കെട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണ് മറ്റൊരുത്തനുമായിട്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചും രാത്രി ഒരുമിച്ച് കിടന്നുറങ്ങിയും ഒക്കെ വരുമ്പോ നമുക്കത് പിടിക്കുവോ? ഡൈജസ്റ്റ് ആവോ? ഇല്ല, ഡൈജസ്റ്റ് ആവത്തില്ല. അപ്പൊ എന്നിട്ട് നമ്മൾ അതിനെ സദാചാര ഓളിയെന്ന് നമ്മൾ പറയുമോ? ഇല്ലല്ലോ. അത് തന്നെയാണ്. അപ്പൊ ഈ അഫ്സലിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അവൻ നോക്കുമ്പോ സ്വന്തം കെട്ടാൻ പോണ പെണ്ണ് വേറൊരുത്തനായിട്ട് കെട്ടിപ്പിടിക്കുന്നു, കിടക്കുന്നു, രാത്രി 3 മണിക്ക് വേണ്ടിയിട്ട് കുശലം പറയുന്നു, ഡ്രസ്സിംഗ് റൂമിൽ കയറി മൈക്കൂരി മാറ്റിയിട്ടിട്ട് ഒളിച്ചിരുന്ന് പറയുന്നു. ഇത്രമാത്രം അവർക്ക് പറയാൻ എന്താ? പറയണത് പോട്ട് ചെയ്യുന്നത് എന്താ? അവിടെ ഉമ്മ വയ്ക്കുന്നു, നക്കുന്നു, കടിക്കുന്നു, തുമ്മുന്നു, ചീച്ചുന്നു, പിച്ചുന്നു, മാന്തുന്നു. ഇതെന്തുവാ നടക്കുന്നത്? ഇതിന് ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ജാസ്മിനെതിരെ നമ്മൾ ശക്തമായി വിമർശിക്കുന്നത്. കാരണം ജാസ്മിനും ഗബ്രിയും അവിടെ കാണിക്കുന്നത് അമ്മാതിരി കോപ്രായോ. സ്വന്തം വീട്ടിൽ നിന്ന് വാപ്പ അടക്കം വിളിച്ച് പറഞ്ഞിട്ട് പോലും അവർക്ക് മാറ്റി പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല അതിന്റെ പേരെന്താണെന്ന്. ഫ്രണ്ട്ഷിപ്പ് എന്താണ്? നമുക്ക് ഒരുപാട് പിള്ളേരൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആരെയും ഇങ്ങനെയൊന്നും അല്ല ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായ? അതിന്റെ അസൂയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. അല്ല, ഒരിക്കലും അല്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യത്തില്ല. നമ്മൾ മനസ്സിൽ പോലും അങ്ങനെ വരത്തില്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇത് ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല. ഇത് വേറെ അവരായത്തനോ അഴിഞ്ഞാട്ടം എന്നൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. പക്ഷെ ഇത് കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണെന്ന ബോധം പോലും ഈ പറയുന്ന ജാസ്മിനും ഗബ്രിക്ക് ഇല്ലാണ്ട് പോയതാണ്. വളരെ കഷ്ടം. വളരെ കഷ്ടമെന്നേ ഞാൻ പറയത്തുള്ളൂ. വളരെ കഷ്ടം.
ഇത് കാണുന്ന കെട്ടാൻ പോകുന്ന പയ്യന്റെ അവസ്ഥ പരിതാപകരം ആ അവസ്ഥയാണ്. അപ്പോ ഇന്നലത്തെ എപ്പിസോഡിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്, എന്നും പൂക്കള് വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണീ നമ്മൾ, അതിരില്ലെവിടെ മതിലില്ലെവിടെ ഒന്നാണീ നമ്മൾ. ആ സാധനമാണ് ഇപ്പോ ഹൗസിന്റെ അകത്ത് നടക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജിന്റെ ബോധമില്ലാതെ എന്തൊക്കെ വിളിച്ചു പറയും കാര്യങ്ങളാണ്, അല്ലാണ്ട് അവിടെ വേറെ എടുത്തു പറയത്തക്ക ഒരു കാര്യങ്ങളും ഇപ്പോൾ ഹൗസിന്റെ അകത്ത് ഇല്ല. മനസ്സിലായ? ഹൗസ് എപ്പിസോഡിലൊന്നും നമുക്കൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് എപ്പിസോഡുമായിട്ട് എക്സ്പ്ലനേഷൻ വരാത്തത്. പിന്നെ ജാസിൻ മാത്രം ഇമാതിരി അപരാധം അഴിഞ്ഞാട്ടവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്നും അത് വിളിച്ചു പറയുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമ്മറിൽ വന്ന ഒരു വീഡിയോ നമുക്കൊന്ന് നോക്കാം. ഒരു തമാശയ്ക്ക് തുടങ്ങിയ സ്ട്രാറ്റജി ആണെങ്കിലും പ്രണയമാണെങ്കിലും ജാസ്മിൻ ഗബ്രി റിലേഷൻ അവരുടെ തന്നെ നിയന്ത്രണത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നിപ്പോവുകയാണ്. ഇന്ന് ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിണങ്ങുന്നുണ്ട്. പിണങ്ങാൻ കാരണം മറ്റൊന്നുമല്ല, സ്റ്റോറി പറഞ്ഞതിന് ശേഷം ഗബ്രി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മുടിയൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ജാസ്മിൻ ചുമ്മാ അടുത്ത തമാശയ്ക്കിരുന്ന് പറഞ്ഞു, ആ തള്ള് തുടങ്ങിയിട്ടുണ്ട്, അർജുനെ നിനക്കും വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് തള്ളാം എന്ന് പറഞ്ഞത് ഗബ്രിക്ക് ഫീലായി. ഗബ്രി അതിൻ്റെ പേരിൽ ജാസ്മിനുമായിട്ട് പിണങ്ങുന്നു. അപ്പോൾ ഇനി നീ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഗബ്രി എണീറ്റ് പോകുന്നു. ജാസ്മിൻ പുറകെ പോയി കോംപ്രമൈസ് ചെയ്യാൻ നോക്കുമ്പോഴും ജാസ്മിൻ്റെ അടുത്ത് ഇതേ ഡയലോഗ് തന്നെ ഗബ്രി പറയുന്നു. ജാസ്മിന് ഫീലാവുന്നു, ജാസ്മിൻ പിണങ്ങുന്നു. ഇനി മേലാൽ നീ എന്നോട് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനും പോയി കിടന്ന് മൂടി പുതച്ച് കിടക്കുന്നു. സമയം 12:30. ഇന്നത്തെ എപ്പിസോഡിലാണിത് കാണുന്നത്. അപ്പോൾ ജാസ്മിനും ഗബ്രിയും കൂടെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. നിനക്ക് ഇത്രയും ഹേർട്ട് ആവാൻ വേണ്ടി ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്ന പോലെ ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അതിനെ ആ സെൻസിൽ എടുക്കുന്നതിന് പകരം എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് ജാസ്മിൻ ചോദിക്കുന്നു. ഞാൻ നിന്നോട് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് ഗബ്രി പറയുന്നത്. ഒടുവിൽ ജാസ്മിൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഗബ്രി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നതാണ് എനിക്ക് കൂടുതൽ പ്രശ്നമാവുന്നതെന്ന് പറയുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നു, ഇനി ഞാൻ കരയുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ചവിടെ ഇരിക്കുന്നുണ്ട്. നീ ഓക്കെ ആവ് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് രണ്ടുപേരും തമാശയ്ക്കോ അല്ലെങ്കിൽ ഒരു ഗെയിം സ്ട്രാറ്റജിയോ ആയിട്ട് തുടങ്ങിയ സൗഹൃദം പലപ്പോഴും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു സ്നേഹബന്ധമായി മാറുന്നു എന്ന് തന്നെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. സ്നേഹബന്ധം അതിന്റെ അപ്പുറമുള്ള ബന്ധത്തിലൊക്കെ ആയി മാറുന്നുണ്ട്. മനസ്സിലായി? അതാണ് പറഞ്ഞത്. കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല. ഇതെന്തുവാണ് ഇതിന്റെ അകത്ത് നടക്കുന്നത്? എന്തുവാ നടക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എനിക്ക് അറിയാൻ പാടില്ല. ഇവർ രണ്ടുപേരും കൂടി കാണിച്ചു കൂട്ടുന്ന എന്ത് പരിപാടിയാണ് ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത്? ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നത്. അതിൽ വേറെ ഒരു മാറ്റവും കാണിക്കുന്ന അമ്മാതിരി അഴിഞ്ഞാട്ടമാണ് അവർ അവിടെ രണ്ടുപേരും കൂടി കാണിക്കുന്നത്. കരയുന്നു, മിഴിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഈ സാധനമാണ് അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ അവസ്ഥയാണ്. അയാളുടെ ആർമിയും കോപ്പും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനിയും പ്രതികരിക്കും. കോടിക്കണക്കിന് ജനങ്ങൾ, കൊച്ചു പിള്ളേരടക്കം ഇരുന്ന് കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ്. അതിപ്പോ 18+ സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ പ്രതികരിക്കും. ഇതെന്ന് നിർത്തണം അന്ന് നിർത്തും. അതുവരെ ഞാൻ പ്രതികരിക്കും. അല്ലാതെ എനിക്ക് പേഴ്സണലി ഗ്രഡ്ജ് വെച്ചിട്ടൊന്നുമല്ല ഞാനിവിടെ സംസാരിക്കും. മനസ്സിലായോ? പേഴ്സണലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് അടിച്ച് ഇല്ലെന്ന് പറയുന്നില്ല. അത് ഈ പറയുന്ന വ്യക്തിയും ഇവിടെ ഹൗസിന്റെ അകത്ത് പോകും മുമ്പേ ഇവിടെ നിന്ന് പേഴ്സണൽ വോയിസുകളൊക്കെ കൊണ്ട് പുറത്ത് അടിച്ചിട്ടാണ് പോയത്. അപ്പം ഇങ്ങോട്ടൊരു പാലം വലിച്ചപ്പോൾ അങ്ങോട്ടൊരു പാലം വലിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ അമ്മാതിരി സംഭവമൊന്നുമില്ല. പക്ഷേ ഇവളുടെയൊക്കെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഓരോരുത്തമ്മ തേച്ചൊട്ടിച്ച് വലിച്ച് പണ്ടാരടക്കിയിട്ട് പോയ കഥകൾ ഉൾപ്പെടെ കേട്ടല്ലോ. ഇനിയിപ്പോൾ എനിക്കതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓരോന്നും കേട്ടാണ്. കേൾക്കാത്തവരെ എന്ത് കാണാത്തവരൊക്കെ പ്രീവിയസ് വീഡിയോകൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ജാസ്മിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നോറ ജിൻഡോ രണ്ടുപേരും കൂടിയുള്ള ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. 2022 ഡിസംബറിൽ നോറയുടെ ബർത്ത്ഡേക്ക് ഉള്ള ഒരു ഫോട്ടോയാണ്, ജിൻഡോ ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഈ ഫോട്ടോ പലരും പറയുന്നുണ്ട്, ഞാൻ കമന്റ്സിലൊക്കെ കണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് ഗെയിം കളിക്കാൻ കയറിയാണ് എന്നൊക്കെ. ഒരിക്കലും അങ്ങനെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നും, ഓഫ് കോഴ്സ് തോന്നും. പിന്നെ ഈ പറയുന്ന നോറ ആയാലും ജിൻഡോ ആയാലും ഇതുവരെ ഹൗസിന്റെ അകത്ത് വന്നിട്ട് അവരൊരു പരിചയം കാണിച്ചിട്ടില്ല. ഈ പറയുന്ന നോറയ്ക്ക് ജാസ്മിനെ അറിയാം, ഇതുവരെ പരിചയം കാണിച്ചിട്ടില്ല. അവരവിടെ ഗെയിം കളിക്കാൻ വന്നു, ഗെയിം കളിക്കുന്നു, അവരുടേതായ രീതിയിൽ അവർ കളിക്കുന്നു. അല്ലാതെ പേഴ്സണലി നേരത്തെ അറിയാമെന്നുള്ളൊരു സാധനം പോലും അവിടെ അവർ ഇറക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ജിൻഡോയും നോറയും ഭയങ്കര കമ്പനി ഒന്നും ആവാൻ ഒരു ചാൻസും ഇല്ല, പോസിബിലിറ്റി ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളായാലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കും. ആ ഒരു മൊമെന്റ് നമ്മുടെ ഉള്ളിൽ വെക്കാനോ അങ്ങനെയൊക്കെ ഒരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് ബോഡി ക്രാഫ്റ്റ് നോറ ഇൻഫ്ലുവൻസർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. എവിടെയെങ്കിലൊക്കെ വെച്ച് മീറ്റ് ചെയ്താൽ എടുക്കും.
ജസ്റ്റ് ഒരു ഇതായിരിക്കും കാഷ്വൽ ആയിട്ടുള്ള, അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ ജനങ്ങൾ പറയുന്ന പോലെ ഇവർ പ്ലാൻ ചെയ്തിട്ടോ കട്ട പ്ലാൻ ചെയ്തിട്ടോ ഭയങ്കര അങ്ങനത്തെ പരിപാടിയാണെന്നാവാൻ എനിക്ക് തോന്നുന്നില്ല. പോസിബിലിറ്റി 99% ഇല്ല. കാരണം അവർ ഹൗസിന്റെ അകത്ത് വന്നിട്ട് അവർ സ്ട്രാറ്റജി പിടിച്ചിരിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. അവരവരുടേതായ രീതികളിൽ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ പേഴ്സണലി അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്കിവിടെ സഹിക്കാൻ പറ്റാത്ത സാധനം, ഞാൻ അമ്മാവനൊന്നുമല്ല, പക്ഷേ ഇത് അപരാധത്തനമാണ്. അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ എത്തിക്സ് വെച്ചിട്ട് എനിക്ക് അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കോടിക്കണക്കിന് ജനങ്ങൾ കൂടി, വീട്ടമ്മമാരും മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഇരുന്ന് കാണുന്ന റിയാലിറ്റി ഷോയുടെ 18% അവസ്ഥയായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.